നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കാട്ടാക്കട താലൂക്കുകളിലെ കാണാക്കാഴ്ചകളുമായി ആഴ്ചവട്ടമെന്ന പുതിയ പ്രോഗ്രാം ഇന്നു മുതൽ ഞങ്ങൾ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കാട്ടാക്കട നെയ്യാറ്റിൻകര റോഡിലെ മൂലക്കോണം ജംഗ്ഷനിലെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. നിലവിലെ ഓടയുടെ നിർമ്മാണം അവതാളത്തിലായതാണ് വെള്ളക്കെട്ടിന് കാരണം. മാരകമായ രോഗങ്ങളുടെ വക്കിലാണ് നാട്ടുകാർ. കാട്ടാക്കട നെയ്യാറ്റിൻകര റോഡിലെ വെള്ളക്കെട്ട് വാഹനഗതാഗതത്തെ സാരമായി ബാധിക്കുന്നു. റോഡിൽ നിലവിലുണ്ടായിരുന്ന ഓട അടഞ്ഞതും പുതിയ ഓടയുടെ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയതുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. നെയ്യാറ്റിൻകര കാട്ടാക്കട റോഡിലെ കണ്ടല മുതലുള്ള മാലിന്യങ്ങളാണ് ഈ ഓടയിൽ കൂടി ഒഴുകിയെത്തുന്നത്. സ്ഥലവാസികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടായത്. വെള്ളം കെട്ട് അത്രയും വന്ന് എൻ്റെ വീട്ടിനിടയിൽ എനിക്ക് യാതൊരു സൗകര്യവും ഇല്ല. ഇരിക്കാനോ നിൽക്കാനോ സൗകര്യമില്ല. എൻ്റെ വീട് കുറേശ്ശെ ഇടിഞ്ഞു പോവുകയാണ്. അതിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. മന്ത്രി വരാ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നോക്കിച്ചോ. പയ്യന്മാർ ചെന്ന് അവർ വല്ലയിടത്തും വരുമ്പോൾ ഉടനെ കൂടെ കൊണ്ടുവന്ന് ബേക്കറിക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് മറ്റേ അവരുമായിട്ട് ബന്ധപ്പെട്ട് പലരുമായിട്ട് ഉണ്ടായില്ല, ഇതുവരെ ഇല്ല. വയസ്സാം കാലത്ത് ഞങ്ങൾ രണ്ടുപേരുമാണ് ഇവിടെ സ്ഥിര താമസം. മക്കൾ വിളിച്ചാലും പോയിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് ഇവിടെയാണ് വന്ന് നന്ദി ഉറങ്ങുന്നത്. പക്ഷേ റോഡിലിറങ്ങാൻ പാടില്ല, കാറ്റത്തിരിക്കാൻ പാടില്ല, വേറെ ഒന്നും നമ്മുടെ വയറ്റിപ്പഴപ്പ ഒന്നും നോക്കാൻ പാടില്ല. ഞങ്ങൾ ഒരിക്കൽ ഇതേമാതിരി ചാനലിൽ പറഞ്ഞപ്പോഴേ അവർക്കതൊരു വലിയ ആക്ഷേപമായിപ്പോയി. അമ്മച്ചി ചാനലിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായി എന്നാണ് വന്ന് ചോദിച്ചത്. എന്നിട്ട് ഈ മുമ്പർ വന്ന് വിളിച്ച് ഞങ്ങൾ റോഡിൽ നിരന്നിരുന്നെല്ലാവരുമായിട്ട് അതിന് ആക്ഷേപം ഉണ്ടായി. അയ്യോ, ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഇങ്ങനെ വച്ച ഒരു പഞ്ചായത്ത് മെമ്പർമാർ വച്ചല്ല പൊന്നു മോനെ. അതിനൊക്കെ കൈയിട്ട് വരാനോ ഉള്ളത്. ഈ ജനങ്ങൾ പോയി വിഴുന്ന് ചാവാനോ തന്നെ? വിഴുന്ന് ചാവണോ? വിഴുന്ന് ചാവാ എട്ടിൻ്റെ വണ്ടി വരുന്ന തൂക്കിയെടുക്കും. അവർക്ക് എന്തര്? അവർ 3 നില മാളികയിലിരിക്കും. നമ്മളിതാ പോണം. സ്ഥലം MLA ശക്തന്റെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഓടയുടെ പ്രവർത്തനം നിലച്ചതെന്നാണ് വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ ആഴ്ചവട്ടത്തെ അറിയിച്ചത്. ഇത് PWDയുടെ ഓടയാണ്. ഈ ഓടയ്ക്ക് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയെ കൊണ്ടൊരു തീരുമാനമെടുപ്പിച്ച് PWDയിൽ നിന്ന് സർക്കാരിൻ്റെ ഫണ്ട് അനുവദിച്ച് ഓട ടെൻഡർ കൊടുത്ത് പണി തുടങ്ങാൻ വന്ന സമയത്ത് ഒരു ദിവസം പണി ചെയ്യുകയും പിറ്റേ ദിവസം പണി നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഇതിന് വ്യക്തമായൊരു ഓടയുണ്ട്. പക്ഷേ ഏതോ സ്വകാര്യ വ്യക്തികൾ ഈ ഓട അടച്ചു വെച്ചിരിക്കും. വില്ലേജിൻ്റെ റെക്കോർഡുകളിൽ ഈ ഓട കാണാനില്ല. ഇവിടെ ഈ ഓടയുടെ പണി തുടങ്ങി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, അതായത് PWDയുടെ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് പണി നിർത്തിവെക്കാൻ പറഞ്ഞ സമയത്ത് ഞാനിതിൽ ഇടപെട്ടു, മെമ്പർ എന്നുള്ള നിലയിൽ. അപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ സ്ഥലം MLAയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് പണി നിർത്തിവെക്കണം. PWD പറഞ്ഞത് ഇവിടുന്ന് നേരെ ആ മൂലക്കുണം പോകുന്ന ഭാഗത്തേക്ക് അവിടെ പഴയ ഒരു പഞ്ചായത്തിൻ്റെ ഓടയുണ്ട്, അവിടെ കൊണ്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവർ തുടങ്ങിയത്. ഏകദേശം 5 ലക്ഷം രൂപയാണെന്നാണ് എൻ്റെ. അവരിപ്പോൾ ആദ്യം സാധനങ്ങളൊക്കെ ടെൻഡർ കൊടുത്തു, ഒരു കരാറുകാരൻ പണിയെടുത്തതിന് ശേഷം അയാൾ ഇവിടെ വന്ന് പണി തുടങ്ങി. സ്ലാബ് അടിച്ചിടുന്ന പണിയും ഈ ഓട തോണ്ടുന്ന പണിയുമാണ് തുടങ്ങിയത്. എന്നാൽ സ്ഥലവാസികളുടെ ആവശ്യപ്രകാരം 15 ലക്ഷം രൂപ ഓട നിർമ്മാണത്തിനു വേണ്ടി നൽകിയെന്നും ഓട നിർമ്മാണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് വാർഡ് മെമ്പർ ശ്രമിക്കുന്നതെന്നും MLA ആഴ്ചവട്ടത്തെ അറിയിച്ചു. MLAയെ പ്രതിനിധീകരിച്ച് ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട മീറ്റിംഗുകളിൽ പങ്കെടുത്ത മാറനല്ലൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M. മഹേന്ദ്രനും വാർഡ് മെമ്പറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ആഴ്ചവട്ടത്തോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറാണ് ആ പ്രദേശത്തിലെ ഓട നിർമ്മിക്കുകയും അവിടുത്തെ വെള്ളക്കെട്ട് മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളതിലേക്ക് വേണ്ടി 15 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. ആ 15 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ആ പ്രദേശത്തിലെ 2 വിഭാഗം ആളുകളുടെ ഒരു തർക്കം വന്നത്. ആ തർക്കം ഡെപ്യൂട്ടി സ്പീക്കറുടെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ മണ്ഡലം പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്.
വർക്ക് തടഞ്ഞു വെക്കുവാനോ നിർത്തിവെക്കുവാനോ ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ശക്തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ മലയങ്കിഴി വേണുഗോപാലും പഞ്ചായത്ത് പ്രസിഡൻറ്റും സ്ഥലം സന്ദർശിക്കുകയും ഈ വഴി തടഞ്ഞ പഞ്ചായത്ത് മെമ്പർ ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വൈകുന്നേരം സർവകക്ഷി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ചേംബറിൽ അന്ന് വിളിക്കുകയുണ്ടായി ഈ വിഷയം ചർച്ച ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട്. അതിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ചും ഡെപ്യൂട്ടി സ്പീക്കറെ പ്രതിനിധീകരിച്ചും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആ യോഗത്തിൽ പങ്കെടുക്കുകയും അവിടെ സർവകക്ഷി യോഗത്തിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും സ്ഥലം SI സബ് ഇൻസ്പെക്ടർ ശ്രീ ബിനു അടക്കമുള്ള ആളുകൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ യോഗം കൂടി. നിരവധി നിർദ്ദേശങ്ങൾ അവിടെ വരികയും നിരവധി പരാതികൾ ആ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ PWDയുടെ ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത ആ യോഗത്തിൽ സ്ഥലം വാർഡ് മെമ്പർ ശ്രീ ബാലകൃഷ്ണൻ അടക്കമുള്ളവർ പങ്കെടുത്ത ആ യോഗത്തിലുള്ള പൊതു തീരുമാനം എന്ന് പറയുന്നത് ഈ തൊട്ടടുത്ത പ്രദേശത്തിൽ ഒരു റോഡ് ഒറ്റയടിപ്പാത പോകുന്നുണ്ട്. ആ ഒറ്റയടിപ്പാതയിൽ കൂടി ഈ വെള്ളം തിരിച്ചുവിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള ഒരു തീരുമാനമാണ് എത്തിയത്. അപ്പോഴത്തേക്ക് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എരുത്താവൂർ ചന്ദ്രൻ പറഞ്ഞു മൂലക്കോടത്തെ ഒരു ശ്രീ തങ്കരാജിൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്തുകൂടുള്ള കൂടെ വെള്ളം വിടണമെന്നുള്ളൊരു നിർദ്ദേശം വന്നു. ഈ രണ്ട് തീരുമാനവും കൂടി എടുത്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് വേണ്ടി PWD ഉദ്യോഗസ്ഥനെ ആ സർവകക്ഷി യോഗം ചുമതലപ്പെടുത്തി. പക്ഷേ ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് മൂലക്കോണം ജംഗ്ഷനിൽ നിന്ന് പോകുന്ന ഓട പെർമനൻറ്റ് സ്റ്റേ ആണ്. അവിടെ ഒരു കേസ് കിടക്കുകയാണ്. ആ വസ്തു കേസ് കിടക്കുന്ന ഫലമായി പെർമനൻറ്റ് സ്റ്റേ നടക്കുകയാണ്. ഇപ്പുറത്തെ ഭാഗത്തുകൂടി ചില ജനപ്രതിനിധികളും ആ ഭാഗത്തുള്ളവരും ഓട അങ്ങോട്ട് വിടാൻ പറ്റാത്ത അവസ്ഥയിൽ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ രണ്ട് ഭാഗത്തെ ആളുകൾ തടസ്സപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓട നിർമ്മാണം അവിടെ നിലച്ചത്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ കാലത്തും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തനെതിരായിട്ടാണ് പഞ്ചായത്ത് മെമ്പർ ബാലകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് തികച്ചും അടിസ്ഥാനപരമാണ്, ദുരുദ്ദേശപരമാണ്, രാഷ്ട്രീയ പ്രേരിതമായ പ്രസ്താവനയാണ്. ഈ ഓട നിർമ്മാണത്തിന് 15 ലക്ഷം രൂപ അനുവദിച്ചത് തന്നെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. ആഴ്ചവട്ടത്തിൽ അടുത്തതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെ ചില ദൃശ്യങ്ങളാണ്. അവഗണനയുടെ നടുവിലാണ് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിനായി എത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥയെ നാട്ടുകാർ തടഞ്ഞു. ദൃശ്യങ്ങൾ. മഴക്കാലം തുടങ്ങിയതോടെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളും താറുമാറായി. രോഗികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അധികൃതർ ഒരുക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രി സന്ദർശിച്ച മെഡിക്കൽ വിജിലൻസ് ഉദ്യോഗസ്ഥ ഡോക്ടർ രമണിയെ നാട്ടുകാർ തടയുകയും തുടർന്ന് നാട്ടുകാരുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥ 2012 മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഒരു പരാതി അന്വേഷിക്കാനാണ് എത്തിയതെന്നും ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് പറയേണ്ടത് സൂപ്രണ്ടാണെന്നും അറിയിച്ചു. എന്നാൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിലെ അപാകതകൾ മേലുദ്യോഗസ്ഥരെ അവർ അറിയിക്കുമെന്നും ആഴ്ചവട്ടത്തിനെ അറിയിച്ചു. 2012 നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ നിന്നും SITയിലേക്ക് റഫർ ചെയ്ത പെരുങ്കടവള സ്വദേശി ലില്ലിയുടെ ചികിത്സാപ്പിഴവ് സംബന്ധിച്ച പരാതി അന്വേഷിക്കാനാണ് വിജിലൻസ് എത്തിയത്. എന്നാൽ പരാതിക്കാരി എത്താത്തതിനാൽ ഹിയറിംഗ് നടന്നില്ല. മണിക്കൂറുകളിലെ കാത്തുനിൽപ്പിനൊടുവിലാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ വിജിലൻസ് ഓഫീസർ തയ്യാറായത്. തുടർന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഞാൻ ഈ പരാതി അന്വേഷിക്കാൻ വന്നതാണ്. ഇവര് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ DHSനോട് പറയും. എനിക്ക് ഡയറക്ടറായിട്ട് മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ എൻ്റെ സുപ്പീരിയർ ഓഫീസറോട് പറയും ഇവർ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. ഡോക്ടർമാർ വേണമെന്ന് പറഞ്ഞാൽ PSC പോസ്റ്റിൽ ഉള്ള അത്രയും ഇവിടെ ഡോക്ടർമാരുണ്ട്. എക്സ്ട്രാ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിലേ ഇവിടുത്തെ ഡെഫിഷ്യൻസി മാറത്തുള്ളൂ. ഇവിടെ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ അത് സൂപ്രണ്ടിനെ പറയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് സൂപ്രണ്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല വേറെ ചർച്ചകളൊന്നുമില്ല. ഞാൻ വന്നത് ഈ പരാതി അന്വേഷിക്കാനാണ്. പരാതിക്കാർ വന്നില്ല, അതുകൊണ്ട് എൻ്റെ എൻക്വയറി നടന്നില്ല. രാത്രി ഡോക്ടേഴ്സ് ഇല്ല, വാർഡിലെ ഡോക്ടർ പോലും കൃത്യമായിട്ട് വാർഡുകളിൽ എത്തുന്നില്ല. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ രാവിലെ അങ്ങനെയാണെങ്കിൽ രാത്രി നമ്മൾ കൂടുതൽ ആളായിട്ട് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ ആള് ഡോക്ടർമാരെ തരികയാണ് തീർച്ചയായിട്ടും അതിനുള്ള ഇതുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. NRH 9 അല്ലേ? അതിലില്ല, 4 പേരേ ഉള്ളൂ. ശരിക്കും 436 ബെഡിൽ 10:1 റേഷ്യോ വെച്ച് 40
40 ഡോക്ടർമാരുടെ ആവശ്യമാണ് ശരിക്കുള്ളത്. ഗവൺമെൻറ് പോസ്റ്റ് ഒരു 20-25 ഉള്ളൂ. 20 ഇടയ്ക്കുള്ളൂ. നേഴ്സുമാർ 1:4 വരികയാണെങ്കിൽ 436 100 കൂടുതൽ സിസ്റ്റർമാരുടെ ആവശ്യമാണ്. 1:4. ഇപ്പോഴത്തെ ട്രെൻഡ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് OP കുറവാണ്. IP കുറവാണ്. ഡെങ്കി 4-5 കേസ് ഇപ്പം വാടിക്കിടപ്പുള്ളൂ. അത് സ്റ്റേബിളാണ്, കുഴപ്പമില്ല. എല്ലാവർക്കും നെറ്റ് കൊടുത്തിട്ടുണ്ട്. പനി വാർഡ് പുതിയതായിട്ട് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. 8ാം വാർഡ് മാറ്റി നമ്മളെല്ലാം 1ാം വാർഡിൻ്റെ താഴെ മൊത്തം പനി വാർഡ്. അത് നമ്മൾ 8ാം വാർഡിലോട്ട് പോസ്റ്റ് ഓപ്പറേഷൻ വാർഡാണല്ലോ. ഓപ്പറേഷൻ വാർഡ് കുറച്ച് ആൾക്കാരുള്ളതാണ് നമ്മൾ 8ാം വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് പനി വാർഡ് കൂടുതൽ ആൾക്കാരെ കിടത്താൻ വേണ്ടിയിട്ട് ആ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ദക്ഷിണ കേരള മഹായിടവകയുടെ മുൻ ബിഷപ്പും മോഡറേറ്ററുമായിരുന്ന ഡോക്ടർ ഐ യേശുദാസൻ അന്തരിച്ചു. സാംസ്കാരിക, സാമൂഹ്യ, മതപരമായ മണ്ഡലങ്ങളിൽ വ്യക്തിപ്രഭാവനായ ഒരു വ്യക്തിയെയാണ് നാടിന് നഷ്ടമായത്. ദക്ഷിണ കേരള മഹായിടവകയുടെ മുൻ ബിഷപ്പും CSI സഭയുടെ മോഡറേറ്ററുമായിരുന്ന ഡോക്ടർ ഐ യേശുദാസൻ അന്തരിച്ചു. അനാരോഗ്യത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1.5 പതിറ്റാണ്ടുകാലം ബിഷപ്പും തുടർച്ചയായി 3 തവണ ദക്ഷിണ കേരള മഹായിടവകയുടെ മോഡറേറ്ററുമായിരുന്നു ഡോക്ടർ യേശുദാസൻ. മികവുറ്റ പ്രവർത്തനശൈലിയിലൂടെ ജനങ്ങളുടെ പ്രത്യേക ആദരം അദ്ദേഹം നേടിയിരുന്നു. 1925 അമരവിളയിലെ സഭാ ശുശ്രൂഷകനായ ജെ ഐസയ്യയുടെയും ലിസിയുടെയും മകനായി ജനിച്ച യേശുദാസൻ മലയാളം ഹയറും ഇംഗ്ലീഷ് ഹയറും പാസ്സായ ശേഷമാണ് വൈദിക വൃത്തി സ്വീകരിച്ചത്. 1973 ഡോക്ടർ യേശുദാസൻ ദക്ഷിണ കേരള മഹായിടവകയുടെ 3ാമത് ബിഷപ്പായി അഭിഷിക്തനായി. അമരവിള CSI പള്ളിയിലെത്തിച്ച ഭൗതിക ശരീരം കാണാൻ പ്രതികൂല കാലാവസ്ഥയിലും സമൂഹത്തിലെ നാനാതുറകളിലുള്ള നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. CSI സഭ ശുശ്രൂഷകരും വിശ്വാസികളും സഭയുമായി ബന്ധപ്പെട്ട സംഘടനാ ഭാരവാഹികളുമെല്ലാം രാവിലെ മുതൽ തന്നെ മൃതദേഹം വച്ചിരുന്ന അമരവിള CSI ചർച്ചിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തുകയായിരുന്നു. ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് ഡോക്ടർ ധർമ്മരാജ് റൊസാലം, മുൻ ബിഷപ്പ് JWD ഗ്ലാസ്റ്റൺ, നെയ്യാറ്റിങ്കര ലത്തീൻ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ G ക്രിസ്തുദാസ്, മുൻ MP A ചാൾസ്, MLA മാരായ R സെൽവരാജ്, AT ജോർജ്, മുനിസിപ്പൽ ചെയർമാൻ SS ജയകുമാർ, ഗാന്ധി സ്മാരക നിധി അഖിലേന്ത്യാ ചെയർമാൻ P ഗോപിനാഥൻ നായർ, ഗാന്ധിമിത്ര മണ്ഡലം ചെയർമാൻ M വേണുഗോപാലൻ തമ്പി, KPCC സെക്രട്ടറി R വത്സലൻ, പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സൈമൻ, CSI മഹായിടവക ലീഗൽ ബോർഡ് കൺവീനർ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ്, ചെങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് T സുഗന്ധി, കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് RS പ്രവീൺ തുടങ്ങി അനവധി നേതാക്കൾ അന്ത്യോപചാരമർപ്പിക്കാൻ അമരവിള CSI ചർച്ചിലേക്ക് എത്തിയിരുന്നു. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുകയും കാണുകയും ചെയ്തിരുന്ന നമ്മുടെ ആദരണീയനായ തിരുമേനി, അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ സഭയ്ക്കെന്ന് മാത്രമല്ല ഈ സമൂഹത്തിനാകെ ഒരു നഷ്ടമാണ്. ഈ നഷ്ടം നമ്മുടെ സമൂഹത്തെ ആകെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ MLA എന്നുള്ള നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിലും അഗാധമായ ദുഃഖവും ഗവൻ രേഖപ്പെടുത്തുന്നു. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് കാലം ബിഷപ്പായി സേവനമനുഷ്ഠിച്ച് എല്ലാ മതസ്ഥരുടെ ഇടയിലും തൻ്റേതായ വ്യക്തിത്വം നല്ല രീതിയിൽ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയ ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേർപാടാണ്. അദ്ദേഹം തുടങ്ങി വെച്ച പല കാര്യങ്ങളും വരും തലമുറ നല്ല രീതിയിൽ പ്രവർത്തിയാക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് മുനിസിപ്പൽ ചെയർമാൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്.